വേടനെ പൂർണ്ണമായും പിന്തുണച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. ശ്രീ വെള്ളാപ്പള്ളി നരേശൻ എന്ന SNDPയുടെ ശക്തനായ സാരഥിയുടെ മകൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹം BDJSന്റെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം അതിശക്തമായി വേടനെ പിന്തുണച്ചിരിക്കും. ഞാന് ശശികല ടീച്ചർ അല്ലെങ്കിൽ ശ്രീ NR മധുജി അടക്കമുള്ളവരുടെ വാദങ്ങൾ ശരിയല്ല, തെറ്റാന്ന് പറഞ്ഞപ്പം വളരെ വിനയത്തോടെ ജി അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ കൂടെ ചിന്തിക്കണ്ടേ, എന്താ പറയണേ, ശരിയാണോ, നമ്മൾ ചിന്തിക്കണം, അങ്ങനെ പൂജനീയ സർസംഘചാലക് പറഞ്ഞു ഇതൊന്നും ശരിയല്ല, അങ്ങനെ വളരെ വിനയത്തോടെ എന്താ പറയണേ അവർ മാറണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് പറഞ്ഞപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പച്ചയ്ക്ക് അത് ശുദ്ധ വിവരക്കേടാണ്, വിവരമില്ലാത്തതിന്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പറയാം. അതൊരു വെറുതെ ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതി ചെയ്യുന്നതിനോട് ഒരു കാരണം ഞങ്ങൾ അത് യോജിക്കുന്നില്ല. പക്ഷെ യഥാർത്ഥത്തില് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള ആ പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ. കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 20,000 25,000 പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്നതാണ്. വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നതാണ്. അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേടൻ നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അതെന്തോ ഒരു ക്രിയേഷനോട് അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയം. കാര്യം ആ പയ്യൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട്, വളരെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അത് ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ കുറിച്ച്. പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് വിവരക്കേടെന്നല്ല, എന്താ പറയുക, ശുദ്ധ വിവരക്കേട്. ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വിവരക്കേട്, ശുദ്ധ വിവരക്കേട് എന്ന് ശരിക്കും ഹിന്ദു അല്ല, ഹിന്ദുത്വ ഐക്യവേദിയാണ്. അത് ഹിന്ദുത്വ ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കേടാണ് എന്ന് തുഷാർ വെള്ളാപ്പള്ളി വെട്ടി തുറന്ന്, ഞാനൊക്കെ എന്താ പറയുക, വളരെ നയമായി ആർക്കും വിഷമം തോന്നരുത് എന്ന രീതിയിൽ പറയുന്ന കാര്യം വളരെ പച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇന്നലെയും ചില ആൾക്കാർ എത്രയോ മോശകരമായ വാക്കുകൾ വെച്ച്, ഇപ്പം കഞ്ചാവോടി പോലത്തുള്ള വാക്കുകൾ പിൻവലിക്കണമെന്ന് ശശികല ടീച്ചറിനോട് ഞാൻ അഭ്യർത്ഥിച്ചു. പിൻവലിക്കാത്ത ടീച്ചറിന്റെ താല്പര്യം, ടീച്ചറിന്റെ നിലപാട്. പക്ഷേ ഇത് NR മധുജി ആകട്ടെ ബാക്കിയുള്ളവരാകട്ടെ ഇങ്ങനെ ഈ വിദ്വേഷം വരുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്? എപ്പോഴും ആരോടെങ്കിലും നമുക്ക് വിദ്വേഷം വേണോ? ഒന്നെങ്കിൽ മുസ്ലിങ്ങളോട് വിദ്വേഷം, അല്ലെങ്കിൽ പിന്നോക്കക്കാരോട് വിദ്വേഷം, അല്ലെങ്കിൽ വേടനോട് വിദ്വേഷം. ഈ രീതിയിൽ ഒരു വിദ്വേഷം അങ്ങനെ വമിപ്പിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ സ്വാഗതാർഹമാണ്. വേടന്റെ രാഷ്ട്രീയ നിലപാടിനോട് നമുക്ക് വിയോജിക്കാം. വേടൻ പറയുന്ന കാര്യങ്ങളിൽ ഇന്ന തെറ്റുകളുണ്ടെന്നൊക്കെ പറയാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ വേടനെതിരെ ഈ എന്താ പറയുക ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നതും അസഭ്യം പറയുന്നതും തമ്മിൽ ഒരു നന്മയുമില്ല എന്ന തിരിച്ചറിവുണ്ടാകട്ടെ. വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് സമ്മതിക്കുകയാണ് വേണ്ടത്. BJP അടക്കം വേടനോട് ആ സമീപനമാണ് എടുക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഒരു രാഷ്ട്രീയം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ മനസ്സിലെ നന്മ കൊണ്ടായിരിക്കാം. രണ്ടായാലും ശരി, കുഴപ്പമില്ല. പക്ഷേ ഈ മനസ്സിലെ നന്മ കൊണ്ടാണെങ്കിൽ അത്രയും നല്ലതാണ്. ചരിത്രത്തിൽ നമ്മുടെ പിന്നോക്കക്കാരോട്, നമ്മുടെ പിന്നോക്ക ജാതി വിഭാഗങ്ങളോട് നമ്മൾ ചെയ്ത തെറ്റുകൾ അത്രമാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൂടെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് സംഘത്തിലെ ഉള്ള ചില തീവ്ര ഹിന്ദുത്വവാദികൾ പോട്ടെ. എല്ലാവരും അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പോട്ടെ എന്ന് മാത്രം പറയുന്നു. ഗോഡ് ബ്ലെസ്.